النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس. الله سبحانه ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബറിഞ്ഞ് സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الصبح بدا من طلعته والليل دجا من وفرته. الله 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 فاق الرسل فاضلا بعلا أهدى سبلا لدلالته. الله 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 كنز الكرام مول النعم هادي الأمم لشريعته. الله 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 أزكى النسب أعلى الحسب كل العرب في خدمته. الله 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 ഒരു ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നമ്മൾ പറഞ്ഞ ഹദീസുകൾ ഓർക്കുന്നില്ലേ? മദീന പള്ളിയിൽ മുത്തുനബിയുടെ ഹയാത്ത് കാലത്ത് 2 മിമ്പറാണ് ഉണ്ടായിരുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും തിർമിദിയും ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. 2 മിമ്പർ. യളഉ ലി ഹസ്സാന മിമ്പറൻ ഫിൽ മസ്ജിദി. മദീന പള്ളിയിൽ ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. ആർക്ക്? സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്തിനാണ്? യുഫാഖിറു അൻ റസൂലില്ലാഹ്. റസൂലുള്ളാഹിനെ പുകഴ്ത്തി മൗലിദ് പാടാൻ സ്വന്തമായിട്ട് മിമ്പർ ഉണ്ടാക്കി കൊടുത്ത ആളാണ് ആര്? സയ്യിദുനാ റസൂലുള്ളാഹ്. ആ മൗലിദ് പാടിക്കഴിയുമ്പോ റസൂലുള്ളാഹി ദുആരക്കുന്ന എന്താ? അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. പടച്ചോനെ, ഈ മൗലിദ് ചൊല്ലുന്ന കാലം അത്രയും ഹസ്സാന് ജിബ്രീലിന്റെ സഹായം നൽകണേ സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ മൗലിദ് റസൂലുള്ളാഹിനെ പ്രണയിച്ചുകൊണ്ട് മദ്ഹ് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പട്ടാളത്തിന്റെ തലവന്റെ കാവലുണ്ടാകും, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ആ പ്രണയം നഷ്ടപ്പെട്ടാലാണ് ഇതൊക്കെ നമുക്ക് നഷ്ടാവുക. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നമ്മൾ പറഞ്ഞു, നമ്മുടെ നഫ്സിനേക്കാൾ നമ്മുടെ അടുത്തത് ആരാണ്? കാരണം ആയത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഞാൻ നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ അടുത്താണ്. ആരാ പറയുന്നേ?
അല്ലാഹ്. എന്നാൽ റസൂലുള്ള എങ്ങനെയാ പറഞ്ഞത്? അല്ലാഹ് തന്നെ ഖുർആനിൽ എങ്ങനെയാ പറഞ്ഞത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങളുടെ ആത്മാവിനേക്കാൾ അടുത്താണ് ആര്? സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ആത്മാവിനേക്കാൾ അടുത്താണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലയോ ആത്മാവിന്റെ പുറത്തുള്ള, ശരീരത്തിന്റെ പുറത്തുള്ള കണ്ഠനാടിയേക്കാൾ അടുത്താണ്. അപ്പോ ഉള്ളിന്റെ ഉള്ളിൽ നഫ്സിനേക്കാൾ ആഴത്തിൽ റസൂലുള്ളാഹി ഉണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിക്ക് നമ്മുടെ നഫ്സ് കൊടുത്താൽ ആ റസൂലുള്ളാഹ് നമ്മളെ കൊണ്ട് ആരിലേക്ക് പോകും? അല്ലാഹുവിലേക്ക്. അപ്പൊ റസൂലുള്ളാഹിനെ കിട്ടാതെ, റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കാതെ ഒരിക്കലും ഒരാൾക്കും ഒരു സൃഷ്ടിക്കും അല്ലാഹുവിനെ കിട്ടൂല. അല്ലാഹനെ കിട്ടണോ? അവൻ ആരെ കിട്ടണം? സയ്യിദുനാ റസൂലുള്ളാഹ്. ഇത് ഖുർആനാണ്. ഖുർആനിന്റെ ആഴങ്ങളിൽ വായിക്കണം. ഖുർആൻ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കണം. കേവലം അർത്ഥം, പദാനുപദ അർത്ഥം വായിച്ചാൽ ഒന്നും കിട്ടൂല. അതായത് തീവ്രവാദ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവനും തെളിവ് ഖുർആനാ, ഖാദിയാനിക്കും തെളിവ് ഖുർആനാ, റസൂലുള്ളാഹിക്ക് ശേഷം നബിയുണ്ട് എന്ന് വാദിക്കുന്നവനോട് തെളിവെന്താന്ന് ചോദിക്കാൻ പാടില്ല, കുഫ്റാണ്. ഇനി തെളിവ് ചോദിച്ചാൽ അവൻ എന്താ പറയാ? ഖുർആനിൽ ആയത്തുണ്ട്. എല്ലാ വഴി പിഴച്ചവർക്കും തെളിവ് ഖുർആനാണ്. എന്നാൽ ഖുർആൻ കൊണ്ട് നല്ല വഴി കിട്ടുന്നവരുണ്ട്. അതെങ്ങനെയാ കിട്ടുക? അത് മുഹമ്മദ് മുസ്തഫയിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ബോധ്യത്തിൽ നല്ല ഖൽബിയായ മഹബ്ബത്തോടുകൂടെ ഒന്നുകൂടെ ചൊല്ലിക്കേ. ജിബ്രീലു ആതാ ലൈലത അസ്റാ വറബ്ബു ദആ ലി ഹദ്റതിഹി അല്ലാഹു نال الشرف والله عفا عما سلفا من أمته الله الله. بسم الله الرحمن الرحيم. الحمد لله الذي شرف الأنام بصاحب المقام الأعلى وكمل السعود بأكرم مولود هوى شرفا وفضلا وشرف به الآباء والجدود والملأ وملأ الوجود بجوده عدلا. حملته أمه آمنة رضي الله عنها فلم تجد لحمله ألما ولا ثقلا فوضعته صلى الله عليه وسلم مختونا مكهولا في خلال الوقار والمهابة يجلا. وولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أهلا بنور كالشمس بل هو أضوى وأجلا وصغر فاك درا ولؤلؤا بل هو أغلا وأغلا. وأسري به ليلة الإسراء وتملى وجعل دينه على الدوام مستغليا لا مستغلا وذكره على ممر الأيام يكرر ويتلى. أشركت لمولد الأنادي سرقا وغربا وبغرا وسهلا وخرت لمولد الأصنام من أعلى المجالس خلوا وذلا وارتجى سيوان كسرى وهو جالس فادم القوم نتقا وأقلا وخمدت نار فارس وتبدد ملكهم جمعا وشملا وزخرفت الجنان ليلة مولدي وطلع الحق وتجلى ونادت الكائنات من جميع الجهات أهلا وسهلا ثم أهلا وسهلا. الله على محمد صلى الله عليه وسلم صلى الله صلى الله على محمد يا ربي بشهر ربيع قد بدا نوره الأعلى فيا حبذا بدر بذاك الحمى يجلى. الله 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 الله
لو أنارت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا الله 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 وألبس ثوب النور عزا ورفعة فما مثله في خلعة الحسن يستجلى الله 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 ولما رآه البدر حار لحسنه وشاهد منه بهجة تسلب الأقلاء الله 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 وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى الله 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 حق الله 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 لو آیا مولد المختار جدت شوقنا إلى خير مبعوث جليل حوى الفضل الله 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 عليه وسعدا مقيما بافتخار بمولدي له خبر عن حسنه أبدا يتلى صلاة سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به الشمل صلاة عليه صلاة الله محبة الصبا وما سار حاد بنياقي للمعلى صلاة وتسليم وأزكى تحياتي ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മളെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ വേറുണ്ടോ? അല്ലേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. അവിടുത്തെ ഒരേ ഒരു ആശങ്ക നമ്മൾ മാത്രമായിരുന്നു. ഒരിക്കല് മദീന പള്ളിയിലിരുന്ന് നബിതങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഓടി വരുന്നുണ്ട് സയ്യിദുനാ ജിബ്രീൽ. എന്താ നബി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ജിബ്രീൽ, എന്റെ വഫാത്തിന് ശേഷം എന്റെ ഉമ്മത്തിന്റെ കാര്യം ഓർത്തിട്ടാ, നാളെ മഹ്ശറിലെ എന്റെ ഉമ്മത്തിന്റെ കാര്യം ഓർത്തിട്ടാ.
റബ്ബുൽ ആലമീൻ ഉടനെ ആയച്ചിറക്കാൻ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നബിയേ നബിയേ അങ്ങേക്ക് തൃപ്തിയാകുന്നത് വരെ ഞാൻ തരും നബിയേ. അങ്ങയെ തൃപ്തിപ്പെടുത്തലാണ് എന്റെ ജോലി നബിയേ. അല്ലാഹ് ഏറ്റെടുത്തതാണ്. മുത്തറസൂലുള്ളാഹിക്ക് തൃപ്തി വരുന്നത് വരെ. നമ്മള് 2 ദിവസം മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾ എന്തിനാ ഇബാദത്ത് ചെയ്യണത്? ആരെ തൃപ്തിപ്പെടുത്താനാ? അള്ളാനെ. അന്ന് അള്ളാഹ് ചെയ്യണ പണിയൊക്കെ ആരെ തൃപ്തിപ്പെടുത്താനാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ തൃപ്തി ഇല്ലാതെ നമുക്ക് ആരുടെ തൃപ്തി കിട്ടൂല? അള്ളാഹെ കിട്ടൂല. ആ മഹബ്ബത്ത് വേണം. ഇപ്പോ ഈ ദുനിയാവിലൊരു മനുഷ്യൻ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അയാൾക്ക് ക്യാൻസർ വന്ന് 4th സ്റ്റേജ് എത്തി, ഭയങ്കര വേദന, ഒരുപാട് കീമോ ചെയ്തു, ശരീരം മുഴുവൻ അങ്ങനെ ആ ഒരു 4th സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ബ്രെയിൻ ട്യൂമർ വന്നു. അങ്ങനെ ഒരുപാട് മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാള്. അതിന്റെ ഇടയിൽ അയാളുടെ ഭാര്യ മരിച്ചുപോയി, മക്കൾ ആക്സിഡന്റിൽ മരിച്ചു. അങ്ങനെ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടൊരു മനുഷ്യൻ നാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോ അയാളെ പടച്ചോൻ ഇങ്ങനെ സ്വർഗത്തിലേക്കൊന്ന് മലക്കുകൾ മുക്കിയെടുക്കുന്ന ഒറ്റ മുക്കലാണ്. എന്നിട്ട് ചോദിക്കും, ദുനിയാവിൽ നിനക്ക് വല്ല പ്രയാസം ഉണ്ടായിരുന്നോ? യാ റബ്ബി, എന്ത് പ്രയാസം? ഒന്നും ഉണ്ടായില്ലല്ലോ. അതായത് സ്വർഗത്തിൽ ഒന്നും മുക്കിയെടുക്കുമ്പോ തന്നെ ദുനിയാവിൽ അനുഭവിച്ച മുഴുവൻ പ്രയാസങ്ങളെയും മറക്കുന്നു, മുഴുവൻ പ്രയാസങ്ങളെയും. എന്നാൽ സ്വർഗത്തെ തന്നെ മറപ്പിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ആരെ കാണലാണ്? അള്ളാനെ കാണലാണ്. ഒന്നോർക്കൂല, എല്ലാം മറക്കും. അതായത് സ്വർഗീയ നിവാസികളെ കുറിച്ച് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഒരു വേള അള്ളാഹു എങ്ങാനും അവരുടെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നു മാഞ്ഞാൽ അവർ അലറിക്കരയാൻ തുടങ്ങും, പടച്ചോനെ ഇതിലും നല്ലത് ഞങ്ങളെ നരകത്തിൽ കൊണ്ടുപോയി ഇടലാണല്ലോ, നിന്നെ കാണാതെ ഒരു നിമിഷം ഞങ്ങൾക്ക് പറ്റൂല റബ്ബേ, എല്ലാം മറക്കും. അങ്ങനൊരു അവസരം ഉണ്ടായി സയ്യിദുനാ റസൂലുള്ളാഹ്. ജിബ്രീലിന് പോലും കടന്നു പോകാൻ പറ്റാത്ത ബഹറുൻ നൂർ അവിടെ എത്തിയപ്പോ ജിബ്രീൽ പറയുന്നുണ്ട്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. നബിയേ, ഇനി അങ്ങോട്ട് കടന്നാൽ എന്റെ ചിറകുകളൊക്കെ കരിഞ്ഞു പോകും, അങ്ങ് പോണം, അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലാൻ. സയ്യിദുനാ റസൂലുള്ളാഹ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവിന് എല്ലാ തിരുമുൽ കാഴ്ചകളും സമർപ്പിക്കാൻ. അള്ളാന്റെ മറുപടി വരുന്നുണ്ട്, അസ്സലാമു അലൈനാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ നബിയായവരെ അങ്ങേക്കെല്ലാ ശാന്തി ഉണ്ടാകട്ടെ. അതായത് ഒരാൾ അള്ളാനെ കണ്ടാൽ എല്ലാം മറക്കും. ആ ഘട്ടത്തിൽ പോലും എല്ലാം മറന്നുപോകേണ്ട നിമിഷത്തിലും നമ്മളെ കുറിച്ച് ഓർത്ത് മുഹമ്മദ് മുസ്തഫ, എനിക്ക് മാത്രം പോരാ റബ്ബി, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്റെ അടിമകൾ, എന്നെ സ്നേഹിക്കുന്ന എന്റെ അടിമകളുണ്ടല്ലോ, നിന്റെ അടിമകളുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്ന നിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ, അവർക്കും നിന്റെ രക്ഷ വേണം. അതായത് ആ വേളയിൽ പോലും നമ്മളെ ഓർത്ത മുഹമ്മദ് മുസ്തഫ. നമുക്കെന്തൊരു പ്രയാസം. ഞാൻ ഇന്ന് എനിക്കൊരു റീൽ ഒരാൾ അയച്ചു. അതിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പുത്തൻവാദിയായ സഹോദരൻ. അദ്ദേഹം ഒരു പാട്ടിനെ ഇങ്ങനെ വിമർശിക്കാൻ. ആ പാട്ടിന്റെ വരികളിൽ ഇങ്ങനെയാണ്, അങ്ങനെ തുടങ്ങുന്നത്, നമ്രൂദ് ഹാമാൻ ഫിർഔൻ പോലും നബിയോരെ കണ്ടാലന്നേ നന്നാകും. അങ്ങനല്ലേ? നമ്രൂദ് ഹാമാൻ ഫിർഔൻ പോലും നബിയോരെ കണ്ടാൽ എന്നേ നന്നാകും. തുഷാഹെ ഹൂബ തുജാനെ ജാനാ. ആ വരിയിലുള്ളത് എന്താ? നമ്രൂദും ഹാമാനും ഫിർഔനൊക്കെ മുത്തുനബിയെ കണ്ടിരുന്നെങ്കിൽ നന്നായി പോയനെന്ന്. അത് സഹിച്ചില്ല പാവം മൗലവിക്ക്. അതായത് ഹൃദയം കൊണ്ട് ഇസ്ലാം കിട്ടാതെ പോയ ഭാഗ്യമില്ലാത്ത ആളുകളാണ്. അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. പാവപ്പെട്ടവരാണ്, എന്തെല്ലാമോ ഖുർആൻ മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു പോയ അപ്രാണികളാണ്. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. മഹാനായ മഹ്മൂദ് ഗസ്നവി ഒരു രാജാവുണ്ട്, ഗസ്നി ഡൈനാസ്റ്റിയിലെ രാജാവാണ്. അദ്ദേഹം ഒരു സൂഫി വര്യനെ കണ്ടപ്പോ ചോദിക്കുന്നുണ്ട്, അബൂ യസീദുൽ ബിസ്താമി റഹിമഹുല്ലയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അബൂ യസീദുൽ ബിസ്താമിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ സൂഫി വര്യൻ പറയുന്നുണ്ട്, അബൂ യസീദുൽ ബിസ്താമിയെ ഒന്ന് കണ്ടാ മതി, അയാൾ നന്നാവും. ഒന്ന് കണ്ടാൽ മതി, നന്നാവും. ഇപ്പൊ രാജാവിന് മഹ്മൂദ് ഗസ്നവിക്ക് അത് അത്ര ഇഷ്ടായില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതിപ്പോ എങ്ങനെ ശരിയാവാ? അങ്ങനെയാണെങ്കിൽ അബൂജഹൽ റസൂലുള്ളാഹിനെ എത്ര കണ്ടതാ, എന്നിട്ട് നന്നായില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അതിന് അബൂജഹൽ എവിടെ റസൂലുള്ളാഹിനെ കണ്ടത്? അബൂജഹൽ കണ്ടത് യതീം അബീ താലിബ്, അബൂ താലിബിന്റെ യതീമിനെയല്ലേ. റസൂലുള്ളാഹിനെ അബൂജഹൽ കണ്ടിരുന്നുവെങ്കിൽ അബൂജഹൽ നന്നായി പോയനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയല്ലേ വിഷയം കിടക്കുന്നത്. സാധാരണ ഒരു അറബി പയ്യൻ
നബി ചെയ്തതെല്ലാം നമ്മൾ ചെയ്യേണ്ടതില്ല, നബി ചെയ്തത് നബിയുടെ ഇഷ്ടം, നമ്മൾ പ്രത്യേകമായി വഹീന്റെ അടിസ്ഥാനത്തിലുള്ള സാധനം മാത്രം ചെയ്താൽ മതി എന്നൊക്കെ റസൂലുള്ളാഹിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാ? അവര് കേവലം അബ്ദുള്ളയുടെ മകനായി കണ്ടുപോയി. നമുക്ക് ഹബീബാണ്, ത്വബീബാണ്, സയ്യിദുൽ അംബിയ ആണ്, അഷ്റഫുൽ ഖൽഖാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്, നമുക്ക് സർവസ്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതല്ലേ നമ്രൂദ്, ഹാമാൻ, ഫിർഔൻ പോലും നബിയോരെ കണ്ടാലെന്നേ നന്നാകും. ഈ കോലത്തിൽ എന്റെ റസൂലുള്ളാഹിനെ കണ്ടിരുന്നെങ്കിൽ നമ്രൂദും ഹാമാനും ഖാറൂനും എല്ലാ ശപിക്കപ്പെട്ടവന്മാരും എന്നേ നന്നായേനെ. അവര് റസൂലുള്ളാഹിനെ കണ്ടില്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ കാണണം? റസൂലുള്ളാഹിനെ കാണണം. അല്ല അങ്ങനെയല്ലേ? റസൂലുള്ളാഹിനെ കാണണം. ആ ഖൽബിന്റെ കണ്ടുകൊണ്ട് റസൂലുള്ളാഹിനെ ആസ്വദിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ. بسم الله الرحمن الرحيم اللهم صل وسلم وبارك عليه فلما آن أوان مولده الكريم وحان مقدمه الشريف العظيم صاح ساؤس الإشارة بالبشارة لأهل الأرض أجمعين وما أرسلناك إلا رحمة للعالمين فعند ذلك حفت بأمه آمنة رضي الله عنها الملائكة الأبرار تحجبها بأجنحتها عن أعين الأغيار فوقف عن يمينها ميكائيل عليه السلام وبين يديها جبرائيل عليه السلام ولهم زجل بالتسبيح والتقديس والتهليل للملك الجليل وأقبلت الحور العين إلى أمه آمنة رضي الله عنها تبشرها بأنها من جميع المخابث آمنة وتنوب عن القوابل البشرية وتبشرها بالسعادة الأبدية والغرة القمرية والطلعة المحمدية أخذها المخاض واشتد بها آلامه فولدت النبي صلى الله عليه وسلم كأنه البدر في تمامه صلى الله صلى الله على محمد ആദി ഔവൽ മഹിതരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദ്രിലും ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ് അസ്സലാത്ത് വസ്സലാമു മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇഷ്ഖറിയാതെ പബി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ അസ്സലാ അല്ലാഹ്
മഹ്ശറാ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെന്റെ വാരിദി അസ്സലാ الله الصلاة عليك يا حبيب الله حوض പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈവെടിയല്ലേ ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു റസൂലല്ലാഹ് അസ്സലാത്തു أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور الصلاة والسلام والسلام أنت شمس أنت بدر أنت نور فوق نور أنت إكسير بغالي أنت مصباح الصدور الصلاة والسلام الله الصلاة عليك يا حبيب الله يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين الصلاة والسلام الله الصلاة عليك يا حبيب الله من رأى وجهك يسعد يا كريم الوالدين حوضك صافي المبرد وردنا يوم نشوري صلى الله عليه وسلم صلى الله على محمد صلى لما رأينا العيسى حنت بالسورة إلا إليك والغمام قد أضلت والملا صلوا عليك صلى الله على محمد
أتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك ظبي النفور صلى الله صلى الله عليه وسلم. حينما شد المحاميل وتنادوا للرحيل الله جئتهم والدمع سائل قلت قيف لي يا دليل الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب هم الله وتحمل لي رسائل أيها شوق الجزيل الله نحوها تلك المنازل في العشاء يا والبكور الله يا نبي سلام عليكم الله يا حبيب هم الله كل من في الكون هاموا فيك يا باهي الجبين الله ولهم فيك غرام واشتياق وحنين الله يا نبي في معانيك الأنام قد تبدت حائرين أنت للرسل ختام أنت للمولى شكور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم فيكم عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي يا حبيب سلام عليكم صلوات الله عليكم فاغثني واجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور يا نبي سلام عليكم يا رسول سلام عليكم فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى فالك الوصف الحسين يا نبي سلام عليكم يا رسول سلام عليكم ليس أزكى منك أصلا قط يا جد الحسين
فعليك الله صلى دائما طول الدهور يا نبي سلام عليكم يا رسول سلام عليكم يا ولي الحسنات يا رفيع الدرجات صلى الله لا مكفرا عني ذنوبي واغفرا لسيئاتي صلى الله لما أنت غفار الخطايا والذنوب الموبقات أنت ستار المساوي ومقيل العثرات صلى الله لم علم سري وأخفى مستجيب الدعوات صلى الله لام ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين അല്ലാഹു സുബ്ഹാന പരിശുദ്ധമായ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നതിലൂടെ ആ മഹബ്ബത്ത് ആസ്വദിക്കാനും അതിലൂടെ റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് അടുക്കാനും സമാധാനമുള്ള ഹൃദയം ആസ്വദിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റഊഫുർ റഹീമാണ് അല്ലേ നബി തങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താ? റഊഫുർ റഹീം, അങ്ങേറ്റം കാരുണ്യമുള്ളവരുന്ന. അള്ളാന്റെ പേര് ആർക്ക് കൊടുത്തു? അല്ലാഹ് റസൂലുള്ളാഹിക്ക് കൊടുക്കണം അല്ലേ? അപ്പോ ഈ റഹീമായ റസൂലുള്ളാന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ഇരിക്കുന്ന നമുക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വാശിയുള്ളവരൊക്കെ ഉണ്ടാവൂലേ? ഈ റബീഉൽ അവ്വലായിട്ട് നമ്മൾ എത്ര പേർക്ക് പുറത്തു കൊടുത്തു? റസൂലുള്ളാന്റെ സുന്നത്തെടുക്കാന്ന് പറഞ്ഞാൽ താടി മാത്രമൊന്നുമല്ല അല്ലേ? നമ്മൾ ആകെ ഗൗരവം കൊടുത്തേക്കുന്ന ഒരു സുന്നത്ത് അത് മാത്രം. ഈ റബീഉൽ അവ്വൽ എത്തിയിട്ട് എന്റെ റസൂലുള്ളാഹിക്ക് വേണ്ടി, എന്റെ റസൂലുള്ളാന്റെ സുന്നത്ത് അനുഷ്ഠിക്കാൻ വേണ്ടി ഞാൻ എന്നോട് പിണങ്ങിയ, എന്നെ കുറ്റം പറഞ്ഞ, എന്നെ ചീത്ത പറഞ്ഞ ഒരുത്തനെ ഞാൻ പുറത്തു കൊടുത്തു എന്നുറപ്പുള്ള എത്ര പേരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? അപ്പൊ നമ്മൾ റഊഫുർ റഹീമായ റസൂലുള്ളാഹിയുടെ സാഹിബുകളാകണം. വേണ്ടേ? അല്ലാഹു അത് അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു തൗഫീഖാണ്. അല്ലാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപ്പയുടെ ആണ്ട് ദിനമാണെന്ന്. ഖബർ ജീവിതം സന്തോഷത്തിലാകാനും മഗ്ഫിറത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ പ്രത്യേകം മൗലിദ് മജ്ലിസിലേക്ക് ചീരണികൾ നൽകിയിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ പിതാവിന്റെ ബർസഖ് സന്തോഷത്തിലാക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ റബ്ബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കുടുംബാദികൾക്ക് അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറാനും കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാനും ദുആ ചെയ്യാൻ ചീരണി നൽകിയിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എന്ത് മുറാദാണെങ്കിലും ഹലാലായത് അല്ലാഹു ഹാസുലാക്കുമാറാകട്ടെ. പ്രയാസങ്ങളെല്ലാം അല്ലാഹു നീക്കി കൊടുക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബേ ഖുദാ സയ്യിദുൽ കായിനാത്തി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവിടുത്തെ
ബറക്കത്ത് കൊണ്ട് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നിറയ്ക്കണേ അല്ലാ. ഹബീബിന് ഇഷ്ടമില്ലാത്തതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, അവിടത്തേക്ക് ഏറെ ഇഷ്ടമുള്ളതിനെ പ്രിയപ്പെട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബിന്റെ സുന്നത്തുകളോട് മഹബത്ത് നൽകണേ അല്ലാ. യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, മൗലിദ് മജ്ലിസിലേക്ക് ചീരണികൾ നൽകിയവരുണ്ട്, ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള വേദനകളെല്ലാം നീക്കണേ അല്ലാ. കച്ചവട സംബന്ധിയായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാ പ്രയാസങ്ങളും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ടെൻഷൻ ഫ്രീ ആയ ഖൽബ് നൽകണേ അല്ലാ. സ്വസ്ഥതയോടെ കിടന്നുറങ്ങാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളെ, ഇണകളെ നീ നന്നാക്കണേ അല്ലാ. പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ നീ പുരോഗതി നൽകണേ അല്ലാ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളെ കാണാൻ ഒരു യോഗ്യതയില്ലെങ്കിലും ആ ഹബീബായ തങ്ങളെ നിന്റെ ഔദാര്യം കൊണ്ടൊന്ന് കാണാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. ഈ കണ്ണുകൾ കൊണ്ട് ഹബീബിനെ കാണാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ പുരോഗതി നൽകണേ അല്ലാ. അസുഖബാധിതർക്ക് പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖൽബിൽ ഈമാൻ ഉറപ്പ് നൽകണേ അല്ലാ. ഇസ്തിഖാമ നൽകണേ അല്ലാ. ഇസ്തിഖാമ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് നിന്റെ ഹബീബായ താജ്ദാരേ മദീന, സർവറെ ആലം, സർക്കാരെ ആലം, നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂവദനം കണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, ഷഹാദത്ത് ഉച്ചരിച്ച് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എപ്പോഴും എല്ലാ മജ്ലിസിലേക്കും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ഇസ്ഹാഖിന്റെ പിതാവ് ഹോസ്പിറ്റലിലാണ്. നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم.